എന്നെ പോറ്റുന്ന ദൈവമേ, ഉയരത്തിൽ നിന്നെ കാണുന്ന ദൈവമേ, നിത്യം പാടുന്നു ഞങ്ങൾ നിൻ സ്തുതികളും ഉയർത്തുന്നു ഞങ്ങൾ ആരാധ്യനാഥ, നിത്യം പാടുന്നു ഞങ്ങൾ നിൻ സ്തുതികളും. നിന്റെ ശക്തികൾ മാതാവിൻ ചിത്തമെന്നെ മറന്നാലും നിന്റെ ശക്തികൾ മഴ പോലെ മാറാത്ത സ്നേഹമോ ചൊരിയണേ പാടുന്നു ഞങ്ങൾ നിൻ സ്തുതികളും ഉയർത്തുന്നു ഞങ്ങൾ ആരാധ്യനാഥ, നിത്യം പാടുന്നു ഞങ്ങൾ നിൻ സ്തുതികളും. ജോസിന്റെ ഹോസ്പിറ്റലിന്റെ ജൂബിലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൃഢമായ ദൈവാശ്രയത്തിന്റെയും അളവറ്റ ദൈവകരുണയുടെയും നിതാന്ത ജാഗ്രതയുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും ഫലമാണ് ഇന്ന് ഈ ജോസ്ബിലി. സ്വകാര്യ ആശുപത്രികളൊന്നും ഇല്ലാതിരിക്കെ ഒരു പൈനിയറായി തലശ്ശേരിയിൽ സ്വകാര്യ ആശുപത്രി സ്ഥാപിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സഭാധികാരികളെയും ആശുപത്രി അധികാരികളെയും സ്നേഹത്തോടും നന്ദിയോടും അഭിമാനത്തോടും കൂടി ഓർക്കുന്നു. തലശ്ശേരിയുടെ മണ്ണിൽ ദൈവകാരണത്തിൽ നിർച്ചാൽ ഉറക്കുവാൻ മുന്നിട്ടിറങ്ങിയ എല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ദീർഘവീക്ഷണത്തോടും ധീരതയോടും കൂടി മുന്നിട്ടിറങ്ങുവാൻ അഭിവന്ദ്യ വള്ളപ്പുഴ പിതാവും പ്രൊവിൻഷ്യൽ ഹൊസനാമയും തൈലച്ചനും കോണാട്ടസനും ഫിലിക്സമ്മയും ഭാസ്കരമ്മയും കാണിച്ച സന്മനസ്സാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുവാൻ കാരണം. നമ്മിൽ നടന്നുപോയ വള്ളപ്പുഴ പിതാവിനെയും ഹൊസനാമയെയും ഭാസ്കരമ്മയെയും സ്വർഗീയ അനാമത്തിന്റെ അനുഗ്രഹങ്ങളാൽ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി വർഷം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എല്ലാ പ്രതിസന്ധികളിലും നമ്മെ കൈപിടിച്ച് നടത്തിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ കത്തിരിച്ചിലേക്ക് കടക്കട്ടെ. മികച്ച അധ്യാപിക, നലം തിരിഞ്ഞ വാഗ്മി, പ്രഗത്ഭയായ അക്കൗണ്ടന്റ്, ശാന്തി സ്വഭാവി സിസ്റ്റർ മരീത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇവയൊക്കെ നമ്മുടെ മനോമുഖത്തിൽ തെളിഞ്ഞു വരുന്നതാണ്. 1996-98 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടായി ജോലി ചെയ്ത സിസ്റ്റർ പ്രൊഫഷണലുകളുടെ അഭാവം നിരത്താൻ ആണ് വന്നത് എങ്കിലും ഏറ്റവും തെറ്റ് തന്നെയാണ്. അധ്യാപികയായിരിക്കെ റോമിൽ നിന്നും സ്പിരിച്വാലിറ്റി ലൈസൻഷിയേറ്റ് എടുത്ത ശേഷം വീണ്ടും തന്റെ അധ്യാപനം തുടർന്ന സിസ്റ്റർ മരിയെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അറിവും ഹോസ്പിറ്റലിനോട് സ്നേഹവും കരുതലും ഉള്ള വ്യക്തിയാണ്. അധ്യക്ഷപദം അലങ്കരിക്കുന്ന സിസ്റ്റർ മരിയറ്റിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വലിയ നാളിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ പിതാവ് മാർ സെബാസ്റ്റ്യൻ
വള്ളപ്പള്ളി പിതാവിന്റെ മുൻഗാമിയായി എത്തുന്നതിന് മുൻപ് തലശ്ശേരിയിലും താമരശ്ശേരിയിലും വിവിധങ്ങളായ പദവികൾ ഏറ്റവും ശുഷ്കാന്തിയോടെ നിർവഹിച്ചു. ജോസ്ഗിരി ഹോസ്പിറ്റലിലെ നെഞ്ചോട് ചേർക്കുന്ന പ്രിയപ്പെട്ട സോദരച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സിസ്റ്റർ ലില്ലീസ, നമ്മുടെയൊക്കെ ഹൃദയ തുടിപ്പുകളെ അറിയുന്ന ഏറ്റവും പ്രിയങ്കരിയായ അഡ്മിനിസ്ട്രേറ്റർ. തന്റെ ഹോമിയോ പഠനശേഷം ജോസ്ഗിരിയിൽ ഹോമിയോ ഡോക്ടറായി സേവനം തുടങ്ങിയ സിസ്റ്റർ ലില്ലീസ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഗോൾഡ് മെഡൽ പാസ്സായ ശേഷം നമ്മുടെ ഇവിടെ കഴിഞ്ഞ 6 വർഷം അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ എന്നീ നിലകളിൽ ജോലി നോക്കിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റർ ഇപ്പോൾ ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അത് ആദ്യത്തെ വനിത എന്ന പദവിയാണ്. ഡോക്ടർ സിസ്റ്റർ ലില്ലീസയാണ് ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ വനിത. ചായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയിൽ അനുകരിക്കുന്ന സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ കൊച്ചുറാണി, നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പലും ഇവിടെ നന്ദി പറയുവാൻ നിയുക്തിയായിരിക്കുന്ന സിസ്റ്റർ കൊച്ചുറാണിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ടല്ലോ. സ്നേഹവും കരുതലുമുള്ള അധ്യാപികയും വിദ്യാർത്ഥികളോട് കൃപയോടുകൂടി ഇടപെടുന്ന ആളുമായ സിസ്റ്റർ കൊച്ചുറാണിയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും, എല്ലാ നേഴ്സുമാരെയും, എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും, എല്ലാ വിദ്യാർത്ഥികളെയും, നമ്മുടെ സ്വന്തം ജോസ്ഗിരി ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഈ ജൂബിലി ദിനത്തിലേക്ക് ദിനത്തിന്റെ തുടക്കവേളയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അനേകം കുടുംബങ്ങളുടെ സൗഹൃദം ഇന്ന് ജോസ്ഗിരിക്കുണ്ട്. ഡെഡിക്കേറ്റഡ് സർവീസ് ആൻഡ് കമ്പാഷനേറ്റ് കെയർ ടു പ്രൊമോട്ട് ഹെൽത്ത് എന്ന ആപ്തവാക്യം ജീവിച്ച ജോസ്ഗിരി ഹോസ്പിറ്റലിന്റെ നാൾ വഴികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ജോൺ 10:10. രോഗികളെ സുഖപ്പെടുത്തിയും നന്മ ചെയ്തും കടന്നുപോയ ദിവ്യകാരുണ്യ ഈശോയെ അനുകരിച്ച് ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ തലശ്ശേരി പ്രൊവിൻസ് നടത്തിയ ഒരു വലിയ ദൈവിക സംരംഭമാണ് ആതുര ശുശ്രൂഷ. ദൈവിക ദാനമായ ജീവനെ ഗർഭാവസ്ഥ മുതൽ സ്വാഭാവിക മരണം വരെ ആദരവോടും കരുതലോടും കരുണയോടും ശുശ്രൂഷിക്കുവാനും വേദനിക്കുന്ന മനസ്സുകളിലേക്ക് ദൈവിക സാന്ത്വനമായി കടന്നു ചെന്ന് ദിവ്യകാരുണ്യ സ്നേഹം പങ്കുവയ്ക്കുവാനും തീഷ്ണതയോടെ പ്രവർത്തിച്ച സ്ഥാപക പിതാവ് മാർ തോമസ് കുര്യാളശ്ശേരിയുടെയും സഹസ്ഥാപക ദേവദാസി ശൃംഗാരമ്മയുടെയും സേവന തീഷ്ണതയിൽ ജ്വലിച്ചുകൊണ്ട് ആതുര ശുശ്രൂഷ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ അന്നത്തെ അധികാരികൾ അതിയായി ആഗ്രഹിച്ചു. തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനും മലബാറിന്റെ മോസസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവരുമായ ആദരണീയനായ മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവിന്റെ ചിരകാല അഭിലാഷമായിരുന്നു തലശ്ശേരിയുടെ മണ്ണിൽ ഒരു ആശുപത്രി എന്നത്. തലശ്ശേരിയിലെ ജനങ്ങൾക്ക് രോഗശമനത്തിനായി ആശ്രയിക്കുവാൻ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമുണ്ടായിരിക്കെ ഒരു മിഷണറി ആശുപത്രിയുടെ ആവശ്യകത പിതാവിന് നന്നായി അറിയാമായിരുന്നു. പിതാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം സെന്റ് ജോസഫ് പ്രൊവിൻസ് അധികാരികൾക്ക് ചേറ്റൻകുന്നിൽ ഒരു വീട് ലഭ്യമാവുകയും 1975 മെയ് 1 20 ബെഡോട് കൂടിയ ജോസ്ഗിരി ഹോസ്പിറ്റൽ സ്ഥാപിതമാവുകയും ചെയ്തു. അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട സോജനച്ച, ഡോക്ടർ ശ്രീകുമാർ, ഡോക്ടർ സിസ്റ്റർ ലില്ലീസ, ഡോക്ടർ സിസ്റ്റർ അഞ്ജലി, എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, ഒത്തുചേരൽ നമുക്കെല്ലാം സന്തോഷമുള്ളതാണ്. നമ്മുടെ ജോസ്ഗിരി ഹോസ്പിറ്റൽ സ്ഥാപിതമായിട്ട് 49 വർഷങ്ങൾ പൂർത്തിയാക്കി പുതിയ ഒരു കാൽവയ്പിലേക്ക്, അതായത് ജൂബിലിയുടെ നിറവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒത്തുചേരലാണിത്. ഈ അവസരത്തിൽ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന എല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ജൂബിലി
ആനന്ദത്തിൻ്റെതാണ്, നന്ദിയുടേതാണ്. ജൂബിലി ഒരു സെൽഫ് ഓഡിറ്റിംഗ് ആണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം വിലയിരുത്തി മുൻപോട്ടുള്ള ഒരു കുതിക്കലിൻ്റെ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കലിൻ്റെ ഒരു യാത്രയാണിത്. ദൈവം കഴിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രധാനമായി തീരുവാനുമുള്ള കൃപയുടെ നിമിഷങ്ങളാണ് ജൂബിലി എന്ന് പറയുന്നത്. നമ്മുടെ ജോസഫിനി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ജൂബിലി എന്നത് 50 വർഷത്തെ അചഞ്ചലമായ സമർപ്പണത്തിൻ്റെയും അനുകമ്പയുടെയും ആരോഗ്യ പരിപാലനത്തിൻ്റെ മികവിൻ്റെയും പ്രതീകങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്ററിയിലെല്ലാം കണ്ടു, നമ്മുടെ അഭിമന്യ പിതാവ് മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു തലശ്ശേരി ഒരു ആശുപത്രി എന്നത്. അഭിമന്യ പിതാവിൻ്റെ ഈ ആഗ്രഹം നമ്മുടെ ബഹുമാനപ്പെട്ട ഹോസന്നാമയെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ വൈദികരായ ഭാര്യാട്ടച്ഛൻ്റെയും അതുപോലെ തൈലച്ഛൻ്റെയും സഹായത്തോടുകൂടി ചേറ്റംകുന്നിൽ 20 ബെഡുള്ള ഹോസ്പിറ്റൽ ആരംഭിക്കുകയും ചെയ്തതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡോക്യുമെൻ്ററിയിൽ കേട്ടു. 1975 മെയ് 1 20 കിടക്കകളോടുകൂടിയ ഒരു ആശുപത്രിക്ക് തുടക്കം കുറിച്ചതിൻ്റെ 50ാം ജൂബിലിക്ക് ഇപ്പോൾ നമ്മൾ ആരംഭമിടുകയാണ്. എല്ലാ നല്ല മനസ്സുകളുടെയും അഭിമന്യ പിതാക്കന്മാരുടെയും അച്ഛന്മാരുടെയും അധികാരികളുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാം സഹകരണത്തോടുകൂടി ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ ജോസഫിനി ഹോസ്പിറ്റലായി തീർന്നു. ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ഹോസ്പിറ്റലിന് ഇത്രയേറെ വളരുവാൻ സാധിച്ചത് എല്ലാവരുടെയും സഹകരണത്തിൻ്റെ ഫലമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളിലേക്ക് പിന്തിരിഞ്ഞ് നോക്കിയാൽ ഒത്തിരിയേറെ പേരുടെ സഹായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്തിരിയേറെ ജന്മങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. എണ്ണമറ്റ ജീവിതങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ കാരുണ്യ സ്പർശനമേറ്റ് ഈശോയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇവരെല്ലാം നമ്മൾ നന്ദിയോടുകൂടി ഓർക്കേണ്ട നിമിഷങ്ങളാണ് ജൂബിലി എന്ന് പറയുന്നത്. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഈ സ്ഥാപനത്തോട് നിങ്ങളെല്ലാവരും കാണിക്കുന്ന വലിയ സ്നേഹത്തിനും അചഞ്ചലമായ പിന്തുണയ്ക്കും അർപ്പണബോധത്തിനും പ്രതിബദ്ധതയ്ക്കുമെല്ലാം കോൺഗ്രിഗേഷൻ്റെ പേരിൽ, ബഹുമാനപ്പെട്ട പ്രോത്സാഹനയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഫാദർ ജി കടുപ്പാറയുടെ വാക്കുകൾ ഈ നിമിഷം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. എത്ര വിളക്കുകൾ കെട്ടുവെന്ന് എനിക്കറിയില്ല, എത്ര പൂക്കൾ കൊഴിഞ്ഞു എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, എത്ര സ്വപ്നങ്ങൾ ഇല്ലാതായി എന്നതിൻ്റെ കണക്കും എടുത്തില്ല. അപ്പോഴും ഞാൻ ഭയപ്പെട്ടിരുന്നില്ല. എനിക്കറിയാമായിരുന്നു വെളിച്ചം വരുമെന്ന്, ചെടികളിൽ പൂക്കളും പൂക്കളിൽ സുഗന്ധവും ഉണ്ടാകുമെന്ന്, അരുവികളിൽ നീരൊഴുക്കും മരങ്ങളിൽ ഫലങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. എല്ലാ വെളിച്ചവും കെടുമ്പോൾ സ്വയം വെളിച്ചമാകുവാൻ സാധിക്കുമെന്ന്. ജോസഫിനി ആശുപത്രിയുടെ ഈ സ്വർണ്ണജൂബിലി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വിശദമാക്കുന്നത്
അത് വലിയ ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. ഇവിടെ യൂസിലെ ആശുപത്രിയുടെ ചേർത്തലെല്ലാം നമ്മുടെ ഡോക്ടർമാരി കണ്ടു. പുനരപ്പണിയും തീർച്ചയായും എന്തില്ല ഈ സ്ഥാനത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ആരോഗ്യത്തിന് നേതൃത്വം കൊടുത്ത ആരംഭിച്ച പ്രവർത്തിയ ഉണ്ടാക്കിയ എല്ലാവരും ഞാൻ ശ്രദ്ധിക്കായി. ഇതിൻ്റെ മഹാരാഷ്ട്രയുടെ ആദ്യമായിട്ടുള്ള വിധത്തിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. അതിന് പുതിയമായിട്ട് തന്നെയായിരുന്നു. അതായത് ഇത് പ്രിയപ്പെട്ട പിതാവാണ് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പുതിയ ജനതയുടെ ഇവരെല്ലാം പുരോഗതിയിലേക്കും വളർച്ചയുടെയും എല്ലാം അടിത്തറപ്പാകിയത് നമ്മുടെ പ്രിയപ്പെട്ട ഒന്നുമില്ലാതെ ഈ പുതിയ നിന്ന് തലശ്ശേരിയിലെ സ്ഥലം പോലും ഇല്ലായിരുന്ന അവസ്ഥയിലാണ് വളരെപ്പെട്ട അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പിതാവിനോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് 4 ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആചാരത്തെ ത്യാഗവും പരിശ്രമവും നിശ്ചയദാർഢ്യതയും ജീവിത വിശ്വാസവും എല്ലാം തീർച്ചയായിട്ടും ഇന്ന് തലശ്ശേരിയായിരിക്കുന്ന അവസ്ഥയിലേക്ക് വലിയ അതിരൂപത ധാരാളം വൈകിയത് സാധാരണ സമർപ്പിതര് അതുപോലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നമുക്ക് എഴുതിപ്പെടാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആദ്യ സ്ഥാപനങ്ങൾ അങ്ങനെ ഒരുപാട് വിവരിച്ചിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം ജീവിതത്തിലെ ഫലമാണെന്നും ജീവിതത്തിൻ്റെ സ്നേഹത്തിന് പൂർണ്ണമായിരുന്ന ഫലങ്ങളാണ്. ഇവയൊന്നും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ യുദ്ധത്തിൽ മുസ്ലിം ജനതയും അരുതയും ആദ്യരൂപതയിലെ പ്രവാഹം വളർത്തുന്നതെന്ന് ശ്രദ്ധിക്കുന്ന സാമ്പത്തിക സമൂഹത്തെയും ഞാൻ കൃത്യമായിട്ട് ചെയ്യുകയാണ്. എല്ലാവരും നേരത്തെയായ പിതാവിനെ പിതാവ് പ്രത്യേകമായിട്ട് യോസേപ്പിതാവിന്റെ മധ്യസ്ഥരാണ്. ഒന്നുമില്ലാത്ത കുടിയേറ്റെല്ലാം പോലും എന്നാൽ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ആഗ്രഹിക്കുന്നു. ആഗ്രഹം പുതിയ നടത്താൻ ഇന്ന് തലശ്ശേരി ജില്ലയിലെ കുടിയേറ്റം മാത്രമല്ല ഈ മലബാറിലെ പ്രദേശത്തും ധാരാളം സമർപ്പിതരെ കേരളത്തിലെ മുഖ്യഭാവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് വലിയ സമർപ്പിതമാണ്. അവിടെ പ്രവർത്തനമില്ലെങ്കിൽ പഠിക്കുന്നതിനോ എന്നാലും സ്ഥിരമായില്ല എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ധാരാളം സമർപ്പിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹം ജീവിതത്തിൽ വളർത്തിക്കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് ഒരു അവസരമായിരിക്കണം. നല്ലതായ ദൈവത്തിന് നമുക്ക് പ്രത്യേകത പറയാം. ആധുനിക ചൈതന്യമാണ് ഈ സമാജ സമൂഹത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിലുണ്ടാവണം. രാഷ്ട്രീയ സാധ്യതയുടെ ഒന്നും തലരാതെ കൊണ്ടുപോകുന്നതിന് ഉള്ള ശക്തി അധികാരനാഥൻ്റെ എതിനെയും കൊണ്ടാണ് സംശയമില്ല. ഇവിടെ ഈ ആശുപത്രി കേട്ടതിലെ വാസപ്പന്നെ ഇവിടെ ഈ ആശുപത്രി ഉണ്ടാകുന്നതല്ലായിരുന്നു കേട്ടോ. ആ ദിവസം ഞാനും പ്രവർത്തകാരോട് സെക്രട്ടറി ആയിട്ടും ഇവിടെ ഞാൻ ഗവൺമെൻറ് പഠന കഴിയുന്ന സെക്രട്ടറി ആക്കി. ഒത്തിരി തസ്തികകളുണ്ട്, ആവശ്യമില്ലാത്തതുകൊണ്ട് ഒത്തിരി തസ്തികകളുണ്ടായിരിക്കുകയാണ്. അവസരത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പരിശീലനയിൽ നമുക്ക് ഒരുമിച്ച് കൂടുതൽ പഠിക്കുന്നതിനായിട്ട്, ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതായിട്ട്, എല്ലാ പ്രവർത്തനം മാഷന്മാരുടെ പരിശീലനം കൊടുക്കുന്നതായിട്ട് ഒരു സേവനമില്ലായിരുന്നു.
അപ്പോൾ അങ്ങനെ വലിയ റൂമായിരുന്നു. അതുപോലെ ഉണ്ടായിരുന്നത് സെമിനാരി 10-7 സെമിനാരികളുണ്ട്. അവിടെയായിരുന്നു പെരുമാനത്തിൻ്റെയും എല്ലാവർക്കും വീട്ടിൽ ചെയ്താലുകയാണ്. അപ്പോൾ ആ കുടുംബം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അന്നുണ്ടായിരുന്ന സഹോദരന്മാരോട് പിതാവിനോട് ആവശ്യപ്പെട്ടു ഒരു പരിശീലന കേന്ദ്രം ഇവിടെ എല്ലാവർക്കും കേന്ദ്രമായിരിക്കുന്ന പരിശീലനം ഒരു മുഖ്യമാണ്. ഞാൻ ആദ്യ മാസം പറഞ്ഞാൽ നാശത്തിൻ്റെ എപ്പം വരുന്നതിനോ സ്ഥലം വരുന്നതിനോ ആദ്യം വേണ്ട പ്രധാന ഇഷ്ടമുണ്ടായിരുന്നു. സാധനമാണെന്നുള്ളതും രാജ്യവിശ്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ആ ടെക്സ്റ്റ് വ്യാകരണ വിശ്വാസത്തിൽ നടക്കുന്നതെന്നും എല്ലാം നല്ല കുറിച്ചുണ്ടായിരുന്നു. ഒന്നുമില്ലാതെ പോകുന്നത് മുൻഗണന കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൈവച്ചുകൊണ്ടുണ്ടായിരുന്ന ഈ സ്ഥലം കിട്ടുന്നത്. വിശ്വസത്തിന് പോകുമ്പോൾ തന്നെ സന്ദേശം പണിയാൻ കാറ്റഗറീസ് പണിയാനായിട്ട് സ്ഥലത്തിലാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇപ്പം ഈ സ്ഥലം ആശുപത്രിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതിനായിട്ട് കൈവച്ചായിരുന്നു അതിൻ്റെ അതിൽ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ചേട്ടക്കുതിരി പോയിട്ടും ഡോക്ടർ ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ഈ രാജ്യത്തെ ഒന്നും ഇല്ലായിരുന്നു. ആ സാഹചര്യത്തിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യാതെ തുടങ്ങുന്ന കാര്യം കാണിച്ച അവസാനമേ ഞാൻ ഇവിടെ അഭിനന്ദിക്കാം. ഇന്നത്തെ നേഴ്സുമാരൊക്കെ ഉണ്ട്. അപ്പാടെ ഡീറ്റെയിൽസ് ബിസിനസ്സുണ്ടായിരുന്നു നേഴ്സായിട്ടുണ്ട്. അപ്പം ചെറിയ ആരോഗ്യമായിരുന്നു. പക്ഷേ രാജ്യത്തു നിന്നും വായിച്ചിട്ട് വളരെ പടിപടിയായിട്ട് ഇന്ന് USG ഹോസ്പിറ്റലിലെ ഏത് ഹോസ്പിറ്റലിനും ഒപ്പം നിൽക്കണമെങ്കിൽ ആദ്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരു ഹോസ്പിറ്റലായി തീർന്നു എന്ന് കാണുമ്പോഴേക്കും ഒത്തിരി സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ദൈവം നടത്തിയ വഴികളെന്ന് മനസ്സിലുണ്ടായി. ഒന്നുമില്ലായ്മയിൽ ദൈവം സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റലാണ് ഒന്നുമില്ലായ്മയിൽ തന്നെയാണ് ആരംഭിച്ചത്. എങ്കിൽ പോലും ഇന്ന് നമുക്ക് അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും നേഴ്സിംഗ് സ്കൂളുണ്ട്. ആദ്യമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇവിടെയുണ്ട്. വലിയ ഹോസ്പിറ്റലായി തീർന്നതിന് നന്ദി പറയുന്നു. അതിൽ പ്രവർത്തിച്ച എല്ലാ കമ്മീഷണർമാരെയും പ്രവർത്തിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെയും അതിൻ്റെ നേഴ്സുമാരെയും പിന്നീട് വന്ന ഡോക്ടർമാരെയും എല്ലാം ഞാൻ അനുസരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ മുന്നോട്ട് ഇനിയും വളരണം. വളർച്ച ഒഴിക്കുന്നത് ഇനിയും കൂടുതൽ വളരണം. ഇന്നലെയോട് നല്ല ഇന്നോട് നാളെ എന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ആധുനികമായിട്ടില്ല എല്ലാ ചികിത്സ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലായിട്ട് USG തുടർന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ജീവൻ കൊടുക്കുകയാണ് ഈ പരിപാടി ആവശ്യമുള്ളത്. ലോകത്തിൽ പ്രകാശമായ ഈശോ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനത്തിന് വിളിച്ചു തരുന്നത് ഈശോയാണ്. അപ്പോൾ ഈശോ ഈ സ്ഥാപനത്തെ പ്രകാശിപ്പിക്കുന്നതിനും ഈ സ്ഥാപനത്തിൽ എല്ലാവരെയും മനുഷ്യർ ചെയ്തതിനും പറഞ്ഞതിനും ഈശോയുടെ മനസ്സുള്ള വ്യക്തിത്വങ്ങളാക്കിയിട്ട് എന്നും ഞാൻ ആശംസിക്കുന്നു. ഈശോ പഠിപ്പിക്കാൻ വിശദീകരിക്കാൻ വേണ്ടിയാണ് നമുക്ക് എല്ലാവരും അറിയാം. സാധിക്കില്ല, അരുവിയില്ല, കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ കാണാപ്പെട്ട എല്ലാം കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് കാണപ്പെടുന്ന സഹോദരന്റെ സ്നേഹം. എല്ലാവരും ദൈവത്തിൽ ചായ സാധനം സൃഷ്ടിച്ചിട്ടാണ് മാമോദിസ വഴിയായിട്ട് എല്ലാവരും ഈശോയുടെ ദൈവം സൃഷ്ടിച്ച ചായ സാദൃശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കാണുന്ന സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഭക്തിപ്രമാണങ്ങളുടെ വ്യക്തിപരമായിട്ട് എല്ലാവരും ദൈവത്തെ സ്നേഹിക്കണം, കർത്താൻ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കണം. ആ സഹോദരനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അതാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ വിളിക്കുന്നത്. കാണുന്ന സഹോദരരെ സ്നേഹിക്കുന്നു, ഇവരെ സ്വന്തമാണ് പഠിക്കുന്നു, അവർക്കൊരു ത്യാഗം ചെയ്യുന്നു. ഇവരുടെ ചെയ്ത് കഴിയുമ്പോഴല്ലോ സഹോദരങ്ങളുടെ സ്നേഹമാണ്. സഹോദര സ്നേഹം വഴിയായിട്ടാണ് നമ്മൾ ആ ദൈവത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് ഉള്ള പ്രവർത്തനമാണ് ഈ USG ആശുപത്രിയുടെ എല്ലാത്തിനും ശക്തി വളർന്നു വരുന്നത് എന്നതായ സംശയമുണ്ട്. നമ്മുടെ ഇക്കാര്യമുള്ള ഈ ദൈവത്തിലിഷ്ടം പ്രകടനമായിട്ട് ഈ പ്രവർത്തനം ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ സ്നേഹിക്കുന്ന ദിവികാരൻ ഈശോയുടെ ആ സാന്നിധ്യം മുഖമാണ് ഇവിടെ ഓരോ സിസ്റ്ററും ഓരോ നേഴ്സും രോഗികൾക്കും കൂടി. ഏതിക്കുന്ന രോഗി നോക്കുമ്പോഴല്ലോ നമ്മൾ കാണുന്നത് ഈശോയുടെ മുഖമാണ്.
ഭാഷ ആ ഈശോ രോഗം ചികിത്സിച്ചുകൊണ്ട് രോഗം കേട്ടുകൊണ്ട് ആ ഈശോ രോഗതലത്തിലാണ് കാണുന്നത്. അപ്പോൾ അതിലുള്ള വിശ്വാസം ആ നിത്യായിരുന്ന ഈശ്വരാണെന്ന് വലിയ സ്നേഹം. Let me excuse me for speaking in English because I'm more fluent in English than Malayalam. Well, it's 50 years since Josephi's hospital has been inaugurated, and it's a proud moment for each individual sitting here. This is not the effort of a few people. Lots and lots of people have contributed for this glorious moment, and it is not the efforts of a few doctors alone. It is an effort of all the sisters here, of the nursing staff, the cleaning staff, every other personality working for this hospital. In fact, Josgiri Hospital is the cleanest hospital in Kalashari. I have visited many hospitals, but you will never see a hospital cleaner than Josgiri Hospital. It's a fact, and I must appreciate even the cleaning staff. This hospital, if at all it has reached, I have been associated with this hospital way back in 1989 as an RMO. In 1989, I was here for a few months, and then I left this hospital, then went on, and then came back in 2000. But then when I left, when I was there in 1989, it was the busiest hospital in Kalashari. Because in fact, it was the only hospital which, and there was a cooperative hospital other than the government hospitals. But then in 2000 when I came, there were lots of other hospitals, but still Josgiri was considered one of the most busiest and one of the best hospitals. It is because there were doctors all over, but it is because of the behavior of the staff of these hospitals. It was the low charges which were charged for treating patients. This was the hallmark of Josgiri Hospital, and I must say that it continues to be the hallmark of Josgiri Hospital. Charity. Charity is the hallmark of Josgiri Hospital. There are other hospitals are carrying out lot of activities, but there is a monetary effort. But here, charity is the prime importance given to the patients. Well, things have changed as far as treatment is concerned. When in 1975, when this hospital was started, that the main intention was just to treat patients. Patients, everybody is happy. But in 1994, medical profession came under the Consumer Protection Act. And the Honorable Supreme Court said that hospitals and doctors are health providers. Patients are health consumers. Our doctor-patient relationship point. Then it was a provider and a consumer. And that was the reason today what we see, everyone is demanding things. Today we see violence, we see litigations. They have no faith. The reason is because the medical profession has come under Consumer Protection Act. Nowhere in the world is the medical profession under Consumer Protection Act except in India. They are under various laws. There is under civil courts, under criminal courts, but nowhere in the world does medical profession come under Consumer Protection except in India. And that is the reason for the deteriorating doctor-patient relationship. But today, I must tell you with great authenticity, we can still serve people if you have two things. One is empathy. Sahanubhuti. If you have empathy, I'll tell you what is empathy. You
You all knows what is sympathy. Empathy എന്ന് പറഞ്ഞാൽ you think that ഈ വരുന്ന patient, it's like your own father, it's like your own mother, it's like your own child, it's like your own spouse, then your attitude will change. What we should have is compassion. These two things you have, there is nothing to worry. Consumer Protection Act alla, Criminal Act alla, end act vannal, you have nothing to worry. But these two are important, and we should practice medicine in its most ethical form. I have been propagating all over India, and all over സംസ്ഥാനത്ത് ethics പഠിപ്പിക്കാറുണ്ട്. Even medical college teachers ne പഠിപ്പിക്കാറ്. What is ethics? എന്തിനാ ethics? Because ethical practice, if you learn ethics, you will understand why ethics is important in medical practice. In medical practice, ethics ഇല്ലെങ്കിൽ ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ഡോക്ടർ പേഷ്യന്റ് റിലേഷൻ, deteriorating doctor patient relationship, the only way we can stop the deterioration is if we practice medicine in its true ethical form.
സിസ്റ്റർ ലീസ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റർ അഞ്ജലി, പ്രിയപ്പെട്ട ഡോക്ടർ നദീം, ബഹുമാനപ്പെട്ട സിസ്റ്റർ കൊച്ചേസ്യ, പ്രിയപ്പെട്ട ബിജുവച്ച, ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയമുള്ള നേഴ്സിംഗ് സ്കൂൾ സ്റ്റുഡൻസ്, സ്നേഹമുള്ളവരെ, ആദ്യമായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹോസ്പിറ്റൽ സുവർണ ജൂബിലി നിറവിലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിൽ അനുമോദനങ്ങളും ആശംസകൾ നേരുകയാണ്. ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ജോസ്ഗിരി ഹോസ്പിറ്റൽ ഈ തലശ്ശേരി പ്രദേശത്തിന് നൽകിയ നന്മകൾ എത്രയോ വലുതാണ്. ഈ തലശ്ശേരി പ്രദേശത്തെ ആദ്യത്തെ സ്വകാര്യ ആശുപത്രി എന്ന നിലയിൽ മാത്രമല്ല, വളരെ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി ഒരു ജനപദത്തിന് മുഴുവനും ശുശ്രൂഷ നിർവഹിച്ച ഒരു സമൂഹം എന്ന നിലയിലാണ് ഈ ഹോസ്പിറ്റൽ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം സുവർണ ജൂബിലി നിറവിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രമാത്രം നന്മകളും അനുഗ്രഹങ്ങളുമാണ് നമുക്ക് ഓർക്കാനുള്ളത്. വളരെ സ്നേഹത്തോടുകൂടി ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ സ്ഥാപനത്തിന് സമർത്ഥമായ നേതൃത്വം നൽകിയവരെയും ഈ സ്ഥാപനത്തിന് നാന്ദി കുറിച്ചവരെയും ഈ സ്ഥാപനം ഇന്ന് വളർന്ന് വലുതായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത് നേതൃത്വം നൽകിയ എല്ലാവരെയും കൃത്യമായി അനുമോദിക്കുകയാണ്. ജോസ്ഗിരി ഹോസ്പിറ്റലിനോട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. ഞാൻ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ 2004 ഞാൻ ഇരട്ടിയിൽ പോയി തലശ്ശേരിക്ക് തിരികെ വരുമ്പോൾ എരഞ്ഞോളി ഭാഗത്ത് വെച്ച് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു വലിയ ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം അവിടെ തീർന്നു വന്നു. കാരണം ഹെൽമെറ്റൊക്കെ ചരിച്ചു പോയി. അത് ഞാൻ തലയിൽ നോക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്. എനിക്കങ്ങനെ കാര്യമായിട്ട് മുന്നോട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്തൊരു സമയത്ത് ആളുകൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയിൽ കയറ്റി. അപ്പോൾ ഞാൻ അവരോട് എന്നെ ജോസ്ഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അപ്പോൾ ആൾക്കാർ അന്ന് പറഞ്ഞു, ഇല്ല നമുക്ക് വേറെ എങ്ങോട്ടേലും പോകാം, വളരെ ഗുരുതരമായ പരിക്കാണ്, ദൂരെങ്ങാനും പോകാമെന്ന്. അപ്പോഴൊക്കെ ഞാൻ അവരോട് വാശി പിടിച്ചു പറഞ്ഞു, എനിക്ക് ജോസ്ഗിരി ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുണ്ടായ കാരണം എന്തായാലും എൻ്റെ ജീവിതത്തിൽ തീരുന്നൊക്കെ ചിന്ത വന്നു. അപ്പോൾ ജീവൻ ഉണ്ടാകാനും സമർത്ഥമായ ജീവൻ ഉണ്ടാകാനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം നിശ്ചയമായും ജോസ്ഗിരിയിലായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് അവന് നൽകുന്ന ആശ്വാസവും സാന്ത്വനവും എത്രയോ വലുതാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനം കണ്ടപ്പോഴും ജോസ്ഗിരിയിലേക്ക് പോകുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇവിടെ വന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നുള്ളത് പോലെ ഞാൻ പറഞ്ഞു വന്നത്, ഏത് സാഹചര്യത്തിൽ എപ്പോഴും നമുക്ക് ഈ ഹോസ്പിറ്റൽ ഇഷ്ടപ്പെടുന്നത് അത് ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നേതൃത്വ ശക്തിയും അതുപോലെ തന്നെ ഇവിടെ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഡോക്ടർമാരുടെ സേവന സന്നദ്ധതയും അതുപോലെ തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങളുടെ നിങ്ങളുടെ സേവന മാതൃകയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ സ്ഥാപനത്തിനോട് ഇഷ്ടം തോന്നുന്നു. അഭിവൃദ്ധി പിതാവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഒക്കെ ഈ സ്ഥാപനത്തിന് നാൾ വഴികളെ കുറിച്ച് നമ്മൾ ഓർപ്പിച്ചു. മനുഷ്യ സേവനത്തിന് വേണ്ടി ആരംഭിച്ച ഈ സ്ഥാപനം എത്രയോ കാലം പിന്നിട്ടിരിക്കുന്നു. ഇപ്രകാരം സുവർണ ജൂബിലി നിറവിൽ ആയിരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും അനുമോദനം നേടുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി അടുത്ത കാലത്തൊക്കെ സംസാരിക്കുമ്പോഴും 50 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ഇതുപോലെ സ്ഥാപനം ആരംഭിച്ച് ഇതുപോലെ വളർച്ചയിലേക്ക് എന്നെ നയിച്ചുവെങ്കിൽ നിങ്ങളുടെ ശക്തിയും സിദ്ധിയും ഒക്കെ എത്ര വലുതാണ്. ഈ സ്ഥാപനത്തിന് കാലാകാലങ്ങളിൽ നേതൃത്വം നൽകിയവരെയും സ്നേഹത്തോടെ അനുമോദിക്കുന്ന ഈ ജൂബിലി വർഷം തിരിഞ്ഞുകൊടുത്തിന് അവസരമാക്കിയിട്ടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം നടന്നെടുക്കുവാൻ ഈ ജൂബിലി ആഘോഷം കാരണമാക്കി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്നവർക്കും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഡോക്ടർമാർക്കും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ജൂബിലി വർഷം അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. That's
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ദാനങ്ങളാണ് ജീവനും ശാരീരിക ആരോഗ്യവും. ആരോഗ്യം സമ്പത്താണ്. ആരോഗ്യം സംരക്ഷിക്കുക എന്നാൽ സൃഷ്ടാവായ ദൈവത്തെ സേവിക്കുക എന്നാണ് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2228 പറയുന്നത്. അങ്ങനെ സൃഷ്ടാവായ ദൈവത്തെ സേവിച്ച് 50 വർഷം ജോസ്ഗിരി ഹോസ്പിറ്റൽ പിന്നിടുമ്പോൾ അവിടെയെല്ലാം സിസ്റ്റേഴ്സിന്റെ സേവനമാണ് പ്രശംസിക്കപ്പെടുന്നത്. കേരളത്തിൽ 5 സോണുകളിലായി 304 ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ കേരളത്തിന്റെ മൊത്തം 80% ആരോഗ്യ വ്യവസ്ഥിതിയെ നോക്കിക്കൊണ്ടു പോകുന്നത്
കത്തോലിക്ക സ്ഥാപനങ്ങളാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിലൂടെയും സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെയും തങ്ങളുടെ മികവ് തെളിയിച്ച് 50 വർഷം പൂർത്തിയാക്കുന്ന ജോസ്കിരി ഹോസ്പിറ്റലും 25 വർഷം പൂർത്തിയാകുന്ന BKTയും നഴ്സിംഗ് സ്കൂളും കടന്നു വന്ന യാത്രകളും നടന്നുപോയ കാൽവയ്പ്പുകളും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇവിടെ പലരും ഹോസ്പിറ്റലിൻ്റെ പല സാഹചര്യങ്ങളും സംസാരിച്ചുവെങ്കിലും 1975 20 ബെഡോട് കൂടി ചേറ്റുകുന്നിൽ സ്ഥാപിച്ചു. 1980 50 ബെഡോട് കൂടി കോടോവേലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1995 50 ബെഡോട് കൂടി B ബ്ലോക്ക് സ്ഥാപിതമായി. 2005 80 ബെഡോട് കൂടി C ബ്ലോക്ക് സ്ഥാപിതമായി. ഇവിടെയെല്ലാം തലശ്ശേരിയിലെ മാത്രമല്ല, തലശ്ശേരി അതിരൂപതയിലെ മാത്രമല്ല, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലുള്ള എല്ലാ മനുഷ്യർക്കും ജോസ്കിരി ഹോസ്പിറ്റൽ സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ് ചിലപ്പോൾ അവർ ചെയ്ത മഹത്തായ സേവനത്തെക്കുറിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി സമയം കിട്ടിയിട്ടുണ്ടാകില്ല. അങ്ങനെ 2019 NABH അക്രഡിറ്റേഷൻ കിട്ടി. 2021 അതിൻ്റെ റിലീവൽ നടക്കുമ്പോൾ 0 NC കിട്ടിയ കേരളത്തിലെ ഒന്നാമത്തെ ഹോസ്പിറ്റലാണ് ജോസ്കിരി ഹോസ്പിറ്റൽ. 0 NC കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ജോസ്കിരി ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രവർത്തന റിപ്പോർട്ട് നമ്മോട് ആവശ്യപ്പെട്ടു. നമുക്കൊരു അവാർഡ് തരുന്നതിന് വേണ്ടിയായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് പലർക്കും സന്തോഷം പകർന്നു തരുന്നതാണ്. അത് പലരും അറിഞ്ഞിരിക്കേണ്ടതാണ്. 50 വർഷം തിരിയുമ്പോൾ 2,73,500 കുഞ്ഞുങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ ജന്മം നൽകിയിട്ടുണ്ട്. 625ഓളം നഴ്സസ് സ്കൂളിൽ പഠിച്ചിറങ്ങി കുടുംബജീവിതം ഭദ്രമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി മാതൃകാ സ്ത്രീകളെ, കുടുംബിനികളെ സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 5250ഓളം നഴ്സസ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. 200ഓളം ഡോക്ടേഴ്സ് ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 7,12,500 പീഡിയാട്രിക് കേസസ് ഡോക്ടർ സിസ്റ്റർ ദീപയുടെ കൈകളിലൂടെ ശുശ്രൂഷ സ്വീകരിച്ചിട്ടുണ്ട്. 8,12,200 കേസസ് ഡോക്ടർ ജീവരാജന്റെ കൈകളിലൂടെ ശുശ്രൂഷ സ്വീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ കേസസ് പല ഡോക്ടേഴ്സിലൂടെ 9,12,500. സർജിക്കൽ കേസസ് 4,56,250. ഗൈനൽ കേസസ് ഡോക്ടർ വേണു മാത്രം കണ്ടിരിക്കുന്നതാണ് 18,07,500. ഡോക്ടർ സിസ്റ്റർ ലൂയിയും സിസ്റ്റർ ജ്യോതിസിലൂടെ കണ്ടിരിക്കുന്നതാണ് 8,37,500. കാഷ്വാലിറ്റിയിലൂടെ കടന്നുപോയ രോഗികളാണ് 18,25,733. മേജർ ഓപ്പറേഷൻസ് ഈ ഹോസ്പിറ്റലിൽ നടന്നതാണ് 91,250. മൈനർ ഓപ്പറേഷൻസ് 2,22,450. സ്കിൻ കേസസ് 1,19,000. ENT കേസസ് 2,15,270. കാർഡിയോളജി കേസ് 96,273. ഗ്യാസ്ട്രോളജി 71,250. ടോട്ടൽ OP ഈ തലശ്ശേരിയിലെയും കണ്ണൂർ ജില്ലയിലെയും ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതാണ് 1,37,500,000. ടോട്ടലായിട്ട് 10,03,750. ഇത്രയും രോഗികൾക്ക് സംരക്ഷണം നൽകുന്നത് കൂടാതെ ജോസ്കിരി ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സിൻ്റെ സേവനവും പ്രാർത്ഥനയും വഴി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ അനേകരാണ്. അതുകൂടാതെ ചികിത്സാ സഹായം ഡോക്ടർ ശ്രീമാർ ചാരിറ്റിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മുടെ ചാരിറ്റി കൊടുക്കുന്നതാണ് 1,10,00,000 രൂപ. ഹൗസ് വിസിബിലിറ്റി ചെയ്യുന്നതിനായി 38,00,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. മാരേജ് ഹെൽപ്പ് 22,00,000 രൂപ. മറ്റ് ചെറിയ സഹായങ്ങളൊക്കെ കൂടിയാണ് 28,00,000. ഇത്രയും സേവനം 50 വർഷം ചെയ്താലും
നമ്മൾ ഇത്രയൊക്കെ പേർക്ക് സംരക്ഷണം നൽകിയാൽ പീറ്റർ പാർക്കർ എന്ന തത്വചിന്തകൻ ദ വേ ബാക്ക് എന്ന തൻ്റെ ലേഖനത്തിൽ ജൂബിലി ആഘോഷിക്കുന്നവരോട് ചോദിക്കുന്ന 5 ചോദ്യങ്ങളുണ്ട്. നിനക്ക് 50 പേർക്ക് ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖമാകാൻ സാധിച്ചിട്ടുണ്ടോ? 50 പേരുടെ കുടുംബത്തിലേക്ക് ക്രിസ്തുവായി കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുണ്ടോ? 50 പേർക്ക് വചനത്തിന്റെ വിശുദ്ധരാകാൻ സാധിച്ചിട്ടുണ്ടോ? 50 പേർക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിച്ചിട്ടുണ്ടോ? 50 പേർക്ക് വേണ്ടി നീ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? At last, Peter Pascal asked, Are you dedicated or are you broken for this institution to celebrate this jubilee? നമ്മളെല്ലാവരും പറയും, ഞാൻ 50 പേർക്ക് വേണ്ടിയല്ല 100 പേർക്ക് വേണ്ടി ബ്രോക്കൺ ആയിട്ടുണ്ട്, വിശപ്പ് അറിയിച്ചിട്ടുണ്ട്, ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ജൂബിലി വർഷത്തിൽ നമ്മൾക്കൊരു ടാർഗറ്റ് ഗോൾ ഉണ്ടായിരിക്കണം. 50 പേർക്ക് കരുണയുടെ മുഖമായി മാറിക്കൊള്ളാമെന്നും സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങളുടെ മുഖം കണ്ട് അവർ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ജഗൻജി ടാറ്റയുടെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടി പറഞ്ഞു, നിങ്ങളെ എനിക്കൊന്നും കൂടെ കാണണം, കാരണം സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങളുടെ മുഖം കണ്ട് ഒന്നുകൂടി നിനക്ക് നന്ദി പറയാനാണ് എന്ന്. അതുപോലെ ഈ 50 വർഷത്തിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരു ടാർഗറ്റ് ഗോളാണ്. 50 പേർക്ക് കരുണയുടെ മുഖം കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗത്തിലെത്തി നിങ്ങളുടെ മുഖം പ്രതിഫലിക്കുന്ന അനേകരെ കണ്ട് നന്ദി പറയാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് സ്തുതി, നന്ദി. സായി കേരളയുടെ എല്ലാവിധ ജൂബിലി ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും.
എക്സലന്റ് നേഴ്സ് എന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുന്നത്. നൈർമല്യമുള്ള പുഞ്ചിരിയും രോഗികളുടെ വേദനകളിൽ സിസ്റ്റർ കാണിക്കുന്ന സഹാനുഭൂതിയും ചുറുചുറുക്കാർന്ന പ്രവർത്തന ശൈലിയും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനുള്ള തൃഷ്ണയും ഏത് പ്രൊസീജിയറും ചെയ്യുവാനുള്ള സന്നദ്ധതയും സമയം നോക്കാതെ ആവശ്യാനുസരണം ക്ലിനിക്കുകളിൽ സംലഭ്യമാകാനുള്ള റെഡിനെസ്സും സിസ്റ്റർ ആഗ്നസിനെ മറ്റെല്ലാ നേഴ്സുമാരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നുണ്ട്. ഇൻട്രാവീനസ് ലൈൻ സ്റ്റാർട്ട് തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടുള്ള രോഗികൾ വരുമ്പോൾ എല്ലാ നേഴ്സസിന്റെയും അവസാന സംഘടനകളിൽ ഒരാളാണ് സിസ്റ്റർ ആഗ്നസ്. സിസ്റ്റർ ആഗ്നസ് ആക്റ്റീവായി മിനിസ്ട്രിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഞങ്ങൾ നേഴ്സിംഗ് ഫ്രട്ടേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. നേഴ്സായി ഇവിടെ ജീവിതം ആരംഭിച്ച സിസ്റ്റർ ന്യൂബോൺ ICU, ലേബർ റൂം, ഗൈനക് വാർഡ് ഇൻചാർജ്, നേഴ്സിംഗ് സൂപ്രണ്ടന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് എന്നീ നിലകളിൽ ദീർഘനാൾ സേവനം ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ ആഗ്നസിന് ഞങ്ങൾ ആനന്ദവും സമാധാനവും സ്വസ്ഥതയും ആരോഗ്യമുള്ള നല്ല കാലം തുടർന്നും ആശംസിക്കുന്നു. സിസ്റ്റർ ചെയ്ത എല്ലാ നന്മകളും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. പിന്നീട് വർഷങ്ങൾ പിന്നിടുമ്പോൾ വാർഡ് ഇൻചാർജ്, നേഴ്സിംഗ് സൂപ്രണ്ട്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, മദർ സുപ്പീരിയർ, പ്രൊവിൻഷ്യൽ കൗൺസിൽ ടീം മെമ്പർ എന്നിങ്ങനെ വളരെ വ്യത്യസ്തവും ഉത്തരവാദിത്തമുള്ളതുമായ തന്റെ കടമനിർവഹണത്തിലൂടെ ജോസ്ഫിനി ഹോസ്പിറ്റലിന്റെ സേവനം കൂടുതൽ മികവുള്ളതാക്കി തീർക്കുവാൻ സിസ്റ്ററിന്റെ നേതൃത്വത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നല്ല കയ്യിൽ കൊടുത്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. കാലാകാലങ്ങളിൽ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ മാറി മാറി വരുന്ന സ്റ്റാഫ് നഴ്സസിനും സർജൻ, അനസ്തറ്റിസ്റ്റ് എന്നിവർക്കൊക്കെ ആശ്രയവും ഗൈഡും ഒക്കെയായി സിസ്റ്റർ എൻസി ഓപ്പറേഷൻ തിയേറ്റർ ചെയ്യുന്ന സേവനങ്ങൾ ഞങ്ങൾ വിലമതിക്കുന്നു. ജീവിതത്തിന്റെ ഏറിയ പങ്കും ദേവാലയത്തിനായിരുന്ന ജോസ്ഫിനിയിൽ കർമ്മനിരതരാകുന്ന ഡോക്ടേഴ്സിനും നഴ്സസിനും മറ്റെല്ലാ ജോലിക്കാർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് സഹായിക്കുന്ന ഒരു സാന്നിധ്യമായിരുന്നു സിസ്റ്റർ ആനിറ്റ നന്ദി കഴിഞ്ഞത്. ആശുപത്രിയിൽ കർമ്മനിരതരാകുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ പിൻബലവും പ്രോത്സാഹത്തിന്റെ വാക്കുകളും നൽകി ഞങ്ങളുടെ ശുശ്രൂഷകൾ ദൈവീക ചൈതന്യമുള്ളതാക്കി തീർക്കുവാൻ സഹായിച്ച സിസ്റ്റർ ആനിറ്റയ്ക്കും പഠനശേഷം കുറേ നാളുകൾ തന്റെ സേവനത്തിലൂടെ ജോസ്ഫിനിയിൽ ശുശ്രൂഷ കാഴ്ചവെച്ചതിന് ശേഷം പുതിയ പ്രേക്ഷകരംഗത്തേക്ക് പോകുന്ന സിസ്റ്റർ ഐവിനും നന്ദി പറഞ്ഞുകൊണ്ട് ജോസ്ഫിനി കുടുംബത്തിന്റെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി പുതിയ പ്രേക്ഷകരംഗത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ചേച്ചിമാർക്ക് സിസ്റ്റർ ഫിലോയ്ക്കും സിസ്റ്റർ ആഗ്നസിനും സമ്മാനം കൊടുക്കുന്നതിനുള്ള അവസരം കൂടിയാണിത്. Ah
ദൈവകരുണയുടെയും കാവലിന്റെയും സുന്ദര വർഷങ്ങൾ. ദൈവം തന്നെ ചെറുകിന്റെ തണലിൽ സംരക്ഷിച്ചു വളർത്തിയ ദൈവകൃപയുടെ വർഷങ്ങൾ. പല സങ്കീർണതകളിലൂടെയും കടന്നു വന്ന ജോസ്ഫിനി ഹോസ്പിറ്റൽ ഇന്ന് വിജയത്തിന്റെ വർണ്ണക്കൊടിയേറ്റ് നിൽക്കുമ്പോൾ അവർണ്ണനീയമായ ദാനങ്ങൾക്ക് നല്ല ദൈവമേ അങ്ങേക്ക് സ്തുതി. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നിട്ട് അറിവിന്റെയും അഭിഷേകത്തിന്റെയും നേതൃത്വ പാഠവത്തിന്റെയും വ്യക്തിമുദ്ര പതിപ്പിച്ച് ദൈവം അയച്ച ഒരു നല്ല ഇടയൻ മാർ ജോർജ് പലേമറ്റ് പിതാവ്. ഇന്നത്തെ ഈ ചടങ്ങിനെ അങ്ങയുടെ മഹനീയ സാന്നിധ്യം ഞങ്ങൾക്ക് ഏവർക്കും വളരെയേറെ ആനന്ദം പകരുന്നതാണ്. ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ചിന്തോദീപകങ്ങളായ വാക്കിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച അഭിവന്യ പിതാവിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ദിവികാരുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിലെ അഭിഷേകം നിറഞ്ഞൊരു സമർപ്പിത ദൈവസ്മരണ ഹൃദയത്തിൽ നിറച്ച് ദിവികാരുണ്യത്തിന്റെ തീക്ഷ്ണമതിയായി സന്ദേശവാഹകയായി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണ അർത്ഥതലങ്ങളിൽ വിശ്വസ്തയോടെ നിർവഹിച്ച് തലശ്ശേരി സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ ഫിനാൻസ് ഓഫീസറായി സേവനം ചെയ്യുന്ന സിസ്റ്റർ മരിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേരുകയും അധ്യക്ഷപദം അലങ്കരിച്ച് തന്റെ ജ്ഞാനവചസ്സുകളാൽ നമുക്ക് ഏവർക്കും പ്രചോദനമാവുകയും ചെയ്ത സിസ്റ്ററിന്റെ സ്നേഹ സാന്നിധ്യത്തിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങളെ നെഞ്ചിലേറ്റി പേമാരിയെയും കൊടുങ്കാറ്റിനെയും വകവയ്ക്കാതെ ഒരു പുഴ ഒഴുകി. പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം എന്ന തിരുവചനം സാക്ഷാത്കരിക്കുമാറ് ജോസ്ഫിനി ഹോസ്പിറ്റലിന് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ് തലശ്ശേരി കത്തീഡ്രൽ ഇടവക വികാരിയും സെന്റ് ജോസഫ് മൈനർ സെമിനാരി റക്ടറുമായ ബഹുമാനപ്പെട്ട ജോർജ് കരോട്ടച്ചൻ. ഏതൊരാവശ്യങ്ങളിലും ജോസ്ഫിനി ഹോസ്പിറ്റലിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ ശക്തി പകർന്ന് ഹോസ്പിറ്റലിൽ ഉന്നമനത്തിനായി തന്റെ അറിവും കഴിവും പകരുന്ന ബഹുമാനപ്പെട്ട സോജനച്ഛന്റെ സാന്നിധ്യം ഈ ചടങ്ങിന് തികച്ചും ഒരു അനുഗ്രഹമാണ്. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ആതുരാലയങ്ങൾക്ക് നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് എന്നും ആ സ്ഥാപനത്തിന്റെ താങ്ങും വിജയ സാക്ഷാത്കാരത്തിന്റെ പ്രതീകവുമാണ്. ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തോട് ആത്മാർപ്പണം ചെയ്ത് വിശ്വസ്തയോടും അതിലേറെ സമർപ്പണ മനോഭാവത്തോടും കൂടി ജോസ്ഫിനി ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മഹനീയ വ്യക്തിത്വമാണ് ENT സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ശ്രീകുമാർ. ആശംസ പ്രസംഗത്തിലൂടെ തന്റെ മഹനീയ ശുശ്രൂഷ രംഗത്തോടുള്ള സ്നേഹവും കരുതലും പങ്കുവെച്ച് നമ്മെ പ്രചോദിപ്പിച്ച ഡോക്ടർ ശ്രീകുമാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അസാധ്യമെന്ന വാക്കിനെ അരിഞ്ഞു തള്ളി അമാനുഷികതയുടെ ഉന്നതയിലായിരിക്കുന്ന മഹനീയ വ്യക്തിത്വം തന്റെ കർമ്മരംഗങ്ങളിൽ അക്ഷീണ പ്രവർത്തന നിരതിയായതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളോട് പരിപൂർണ വിശ്വസ്ത പുലർത്തി ജോസ്ഫിനി ഹോസ്പിറ്റലിന് എന്നും അനുഗ്രഹമാകുന്ന കേരള ചായ എക്സിക്യൂട്ടീവ് ഡയറക്ടറും KCDC ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറിയുമായ ഡോക്ടർ സിസ്റ്റർ ലീസ. വർഷങ്ങളായി ഈ ഹോസ്പിറ്റലിന്റെ നെടുന്തൂണായി വർദ്ധിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ നമ്മോടൊപ്പം ജൂബിലിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന് പ്രചോദനാത്മകമായ വാക്കുകളാൽ നമ്മോട് സംസാരിച്ച പ്രിയപ്പെട്ട ഡോക്ടർ സിസ്റ്റർ ലീസയ്ക്ക് ഒരായിരം നന്ദി. ശാന്തതയോടും ധീരതയോടും കൂടി ജോസ്ഫിനി ഹോസ്പിറ്റലിനെ പുതിയ സാങ്കേതിക യുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ആത്മസമർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വം. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലും വ്യക്തികളിലും എന്നും പ്രേരക ശക്തിയായും ചാലക ശക്തിയായും നിലകൊള്ളുന്ന അവർണ്ണനീയ സാന്നിധ്യം അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ജോസ്ഫിനി ഹോസ്പിറ്റൽ ഡോക്ടർ സിസ്റ്റർ അഞ്ജലി. ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് എന്നും കാരണമായി കൊണ്ടിരിക്കുന്ന ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച ഡോക്ടർ സിസ്റ്റർ അഞ്ജലിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അവസാന പ്രതീക്ഷയുടെ മെഴുകുതിരി നാളങ്ങൾ അണയാൻ തുടങ്ങുമ്പോഴും പ്രതീക്ഷയുടെ പുതിയ ചിറകുകൾ നൽകി പറന്നുയരുവാൻ പുതിയ വെളിച്ചം പകരുന്ന സൗഖ്യത്തിന്റെ കരങ്ങളാൽ അനേകരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന
ചെയ്യുന്ന മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ സിസ്റ്റർ ദീപിയെയും എല്ലാ ഡോക്ടേഴ്സിനെയും ഇവിടെ ഇന്ന് നമ്മോടുകൂടിയായിരിക്കുന്ന ഡോക്ടർ നദീവിനെയും ഡോക്ടർ ശ്രീകുമാരിനെയും ഇവിടെ വന്നുപോയ ഡോക്ടർ ഹോസ്പിറ്റലിലെ മാലാഖമാരുടെ അമരക്കാരിയായി ഈ ചടങ്ങിന്റെ വിജയത്തിനായി അങ്ങേയറ്റം പരിശ്രമിച്ച തങ്ങളുടെ സേവന രംഗത്ത് നിന്നും വിരമിച്ച സിസ്റ്റർ ഫിലോയ്ക്കും സിസ്റ്റർ ആഗ്നസിനും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നഴ്സിംഗ് സൂപ്രണ്ടന്റ് സിസ്റ്റർ സെല്ലായെയും നഴ്സിംഗ് സ്റ്റാഫ് പാരാമെഡിക്കൽ സ്റ്റാഫ് ജോസ്ഗിരി ഹോസ്പിറ്റലിന്റെ ഭാഗമായി വിവിധ ശുശ്രൂഷ മേഖലകളിൽ പങ്കാളികളാകുന്ന ഓരോരുത്തർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഹോസ്പിറ്റലിന്റെ ലോക്കൽ മാനേജറും ജോസ്ഗിരി കോൺവെന്റിന്റെ സുപ്പീരിയറുമായ സിസ്റ്റർ ആൻസ്മരിയുടെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരുടെ പ്രാർത്ഥനയും പിന്തുണയും സ്നേഹവും എന്നും ഹോസ്പിറ്റലിന് അനുഗ്രഹമാണ്. ഈ അവസരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം മനോഹരമായി വേദി അലങ്കരിച്ച ജോസ്ഗിരിയുടെ സ്വന്തമായ വികദേവ് സ്കൂൾ ഓഫ് നഴ്സിംഗ് എല്ലാ സഹോദരിമാർക്കും ഈ പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ അവസാനം വരെ MC ആയി നിന്ന സിസ്റ്റർ ഫ്ലവർ, സിസ്റ്റർ ലീ എന്നിവരെയും ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകി പ്രോഗ്രാം മനോഹരമാക്കിയ VBK പൊന്നും എന്നിവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ദിനം കൂടുതൽ മനോഹരവും വർണ്ണപകിട്ടതുമാക്കുവാൻ സഹായിച്ചത് നമ്മുടെ ജോസ്ഗിരി നഴ്സിംഗ് സ്റ്റാഫും വികദേവ് സ്റ്റുഡൻസുമാണ്. കലയുടെ സൗന്ദര്യം വിളമ്പി നൽകി നമ്മെ ഓരോരുത്തരെയും സന്തോഷിപ്പിച്ച നമ്മുടെ കുഞ്ഞനിധിമാരെ, നാളെയുടെ ഈ നല്ല വാഗ്ദാനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നിറങ്ങളുടെ വൈവിധ്യം മഴവില്ല് സൃഷ്ടിക്കുന്നത് പോലെ കലയുടെ വൈവിധ്യങ്ങളാൽ ഞങ്ങളുടെ മനസ്സ് നിറച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. അനുഗ്രഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സൗഖ്യത്തിന്റെയും ഈ ആദര ശുശ്രൂഷ മനോഹരവും സമ്പൽ സമൃദ്ധവുമാക്കി തീർത്ത ജോസ്ഗിരി ഹോസ്പിറ്റൽ 50 വർഷം പിന്നിടുമ്പോൾ ഇന്നോളം ഇതിന്റെ വളർച്ചയിൽ ഭാഗഭാക്കുകളായ എല്ലാ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഹോസ്പിറ്റലിനെ വളർത്തിയ എല്ലാ വൈദികരെയും ഇവിടെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ഇന്നോളം ഉപകാരികളായി തീർന്നവരെയും മറ്റെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രത്യേകം നന്ദി പറയുന്നു. നിനക്കായി ഞാൻ